നീക്ക് നീറ്റിട്ടില്ലല്ലോ. ഞാൻ റെഡിയായി. അവൻ റെഡിയാവും. എന്നിട്ട് എന്നെ കാണണ്ടേ? ബാ. ഹലോ ഗായ്സ്, ഇന്നെൻ്റെ കല്യാണമാണ്. പിന്നെ എനിക്ക് ഡയലോഗ് വരുന്നില്ല. చూడకుంటే ఊపిరాడదే ఎవ్రీడే నా కలలో నువ్వు ఎవ్రీథింగ్ అయిపోతుంటే కావాలే. ഹായ്, ശ്രുതി ബേബി. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പറയുക, അത്രയും സന്തോഷമായിട്ട് ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയാൻ. ഞങ്ങൾ എല്ലാവരും വിപിനെ പറ്റി പറയുകയാണെങ്കിൽ, വിപിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 10th പഠിക്കുന്ന സമയത്താണ്. ഒരു 10 years നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. ഭയങ്കര നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. കൈൻഡാണ്. സോ ദാറ്റ് പേഴ്സണാലിറ്റി അട്രാക്ട്സ് മീ. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത്. വിപിയുടെ അമ്മ ആക്ച്വലി ഭയങ്കര എനർജറ്റിക് ആണ്. ഭയങ്കര എന്താ പറയുക, എന്തും റെഡിയാണ്. ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുപ്പത്തേര് ഭയങ്കര യെസ് ഫസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഒരു പരിധി വരെ അങ്ങനെയാണ്. എല്ലാം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം, എല്ലാം ഒന്നിങ്ങനെ ടച്ച് ചെയ്യാം എന്നുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ഞാനും. ശരി ബൈ. ആയിട്ടില്ല, അവർ മിനിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ സോ അതിൻ്റെ തിരക്കിലാണ്. ഇപ്പം ഇല്ല കേട്ടോ, എന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ ശ്രുതിയുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിബിക്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് പേഴ്സണാലിറ്റിയാണ്. അപ്പം ബിബി ആയതുകൊണ്ടാണ് ശ്രുതിനെ ഇത്ര നന്നായിട്ട് കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇത് പക്ഷേ ശ്രുതി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചേ പറയുള്ളൂ. അത് വേറെ കാര്യം. പക്ഷേ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു എന്താ പറയുക, കൂട്ടുകെട്ടിലെ ഫസ്റ്റത്തെ കല്യാണമാണ്. ഇന്നത്തെ ഡേ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഭയങ്കര കുറേ കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്തൊരു ഡേ ആണ്. പെട്ടെന്ന് വന്ന പോലെ, പെട്ടെന്നായ പോലെ ഈ ഒരു ദിവസം. കുറച്ച് ദിവസം, ഒരു വർഷം മുന്നേക്ക് നമ്മളിങ്ങനെ ഇനി ഒരു വർഷം ഉണ്ടല്ലോ, ഇനി 6 മാസം ഉണ്ടല്ലോ ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതാ ദിസ് ഡേ 28 January. പലരും ചോദിക്കുന്നുണ്ട് ഇത് വളരെ നേരത്തെ ആയി പോയോ കല്യാണം. കാരണം ആസ് യൂഷ്വൽ ബിബിയും ശ്രുതിയും തമ്മിൽ അത്ര ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം ഏജിലല്ലല്ലോ കാര്യം എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ദേ ആർ ഇനഫ് ടു മെച്ചുർ മേക്കിംഗ് എ ഡിസിഷൻ ഓൺ ദിസ്. കാരണം അവർ ഓക്കെയാണ്. അവർ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ അവർ ഓക്കെയാണ്. വിവിയാണ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. വിവി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി വിപിനെ എനിക്ക് അറിയ പോലും ഇല്ല.
പേര് പോലും അറിയില്ല, ആ വന്ന് സംസാരിച്ച ആളുടെ പേര് പോലും അറിയില്ല. അതിന് ശേഷമാണ് നമ്മൾ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. അത് ആക്ച്വലി ആ ഒരു കുറച്ച് കാലത്തെ നമ്മൾ സംസാരം അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടാനെടുത്തൊരു ടൈം നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആക്ച്വലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു കെയറിങ് ആണ്, ഓവർ കെയറിങ് അല്ല, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതോടൊപ്പം ഭയങ്കര സ്പേസ് തരുന്നൊരു ആളാണ്. നമ്മൾ എന്ത് ഉണ്ടെങ്കിലും ആദ്യമേ എല്ലാം ചെയ്തു തരിക എന്നുള്ളതല്ല, നമുക്കത് ചെയ്യാനുള്ള ഒരു മെൻ്റൽ എബിലിറ്റി നമുക്ക് ഉണ്ടാക്കാൻ ഉള്ളൊരു ഓപ്ഷനാണ് എപ്പോഴും ഇവിടെ ഇരുന്ന് വരാറ്. സോ അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 10 years ആയിട്ട് നമ്മൾ പരിചയമുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രോ ചെയ്തത്, അതായത് ഡെവലപ്പായത് ഇത്തരത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നുള്ളൊരു ബോധം ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. ലൈക്ക് ഒരു സിംഗിൾ അല്ല, എന്താ പറയുക, നമ്മളൊരു ഇത്രയും നാളും ലൈഫ് ഒരു ഒറ്റ ഞാനല്ലേ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മളിനി ഷെയർ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സായിട്ട്. ഇപ്പോൾ അറിയില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊന്നും. അത് നല്ലൊരു ഗ്രോത്ത് ആവട്ടെ, പരസ്പരം ഡെവലപ്പ് ചെയ്യാനും പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പഠിക്കാനൊക്കെ പറ്റുന്നൊരു സ്റ്റേജ് ആവട്ടെ അടുത്ത സ്റ്റേജിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.